ക്യാൻസറിനെ കുറിച്ച് 1-2 വീഡിയോസ് ഞാൻ മുമ്പും ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ക്യാൻസറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനായിട്ട് വിചാരിച്ചത് തന്നെ ഞാൻ സ്റ്റേജ് 4 ക്യാൻസറിൽ ആയിട്ട് ഇപ്പോൾ ഏകദേശം 6 വർഷമാവുന്നു. 2020-ലാണ് ശരിക്കും എൻ്റെ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത്. 2020-ൽ ഡയഗ്നോസ് ചെയ്തു. നമ്മൾ കീമോതെറാപ്പി, റേഡിയേഷൻ, ടാർഗറ്റഡ് തെറാപ്പി, അങ്ങനെ ടാർഗറ്റഡ് തെറാപ്പിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പം നമുക്ക് ടാർഗറ്റഡ് തെറാപ്പി തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ട്രാസ്റ്റ്യൂസിമാബ്, അത് കഴിഞ്ഞിട്ട് പിന്നെയും ഡിസീസ് പ്രോഗ്രഷൻ കാരണം ട്രാസ്റ്റ്യൂസിമാബ് എടുക്കേണ്ടി വന്നു. അതിനുശേഷം ഇപ്പം ഫൈനലി നമ്മൾ വന്നിരിക്കുന്നത് ട്രാസ്റ്റ്യൂസിമാബിൻ്റെ ഇപ്പം ഏകദേശം ട്രാസ്റ്റ്യൂസിമാബ് ഡെറുസ്റ്റിക്കാൻ എന്ന് പറഞ്ഞിട്ടൊരു ഡ്രഗാണ് ഇപ്പം നമ്മൾ ഫൈനലി ഡോക്ടർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തത്. അപ്പം പിന്നെയും ഡിസീസ് പ്രോഗ്രഷൻ തന്നെയായിരുന്നു എനിക്ക്. അപ്പോൾ ഇപ്പം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻ ഏകദേശം നമുക്ക് എൻ്റെ ഒരു വെയിറ്റ് അനുസരിച്ച് ഒരു 3 lakhs മേളിലോട്ടാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ കോസ്റ്റ്. എൻ്റെ ഒരു വെയിറ്റ് അനുസരിച്ച് ഇപ്പം നിലവിൽ ഡോക്ടർ പറയുന്ന ഒരു ഡ്രഗിന് നമുക്ക് ഒരു 3 lakhs മേളിലോട്ടാണ് ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ്. അപ്പോൾ അത് നമ്മളൊരു 21 days കൂടി നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രഗ് നമ്മളിപ്പം നമ്മൾ ഡ്രഗ് സ്റ്റാർട്ട് ചെയ്തു, നമ്മളൊരു 2 ഡോസ് ഇപ്പം നമ്മൾ ആ ഡ്രഗ് എടുത്തു. ശരിക്കും പറഞ്ഞാൽ ആ 2 ഡോസ് എടുത്തതിൽ നമുക്കിപ്പം ശരിക്കും നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഇപ്പം ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോ ഇപ്പം ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചത് ഈ ഹെൽത്ത് ഇപ്പം മുമ്പത്തെ 1-2 വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ സ്റ്റേജ് 4 ആണെങ്കിലും നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ച് നാളൊക്കെ ഹെൽത്തി ആയിട്ടൊക്കെ തന്നെ ഇരുന്ന് പോകാം എന്ന്. പക്ഷേ ഇതിപ്പം എൻ്റെ കേസിലാണെങ്കിലും നമുക്ക് കുറച്ച് ലങ്സിലൊക്കെ ആദ്യമേ ബാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അന്നൊന്നും ലങ്സിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ലങ്സിൽ ചെറുതായിട്ട് ഫ്ലൂയിഡൊക്കെ കളക്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ശ്വാസമുട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു 1-2 ആഴ്ചയായിട്ട് നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ടിലായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 ഡോസ് ഡ്രഗ് എടുത്തതിൽ ശരിക്കും ആ ബുദ്ധിമുട്ടൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഇപ്പം ഡോക്ടർ പറയുന്ന അനുസരിച്ച് ഈ ഡ്രഗ് ശരിക്കും ഇപ്പം നമുക്ക് ഒന്നെങ്കിൽ ഡോക്ടർ നമ്മളോട് പറഞ്ഞത്, ഒന്നെങ്കിൽ നമുക്ക് ഇതിപ്പോൾ ESA വഴി ഇപ്പം നമുക്ക് ഒരു 3 lakhs ഒരു ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു കുടുംബത്തിനെ കൊണ്ട് ഇപ്പം 21 ദിവസം എടുക്കാനായിട്ട് എല്ലാവർക്കും അറിയാം, അത് പോസിബിൾ ആയിട്ടൊരു കാര്യമല്ല. അപ്പം ഇപ്പം നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ പോലും നമ്മളെ കൊണ്ട് പറ്റില്ല അത് എടുക്കാനായിട്ട്. അപ്പം നമ്മൾ ഇതിപ്പം ESA വഴി ഇത് നമുക്ക് കിട്ടുമോ എന്നുള്ളതിന് നമ്മൾ പേപ്പറൊക്കെ വിട്ട് നോക്കിയിട്ടുണ്ട്. ഈ ഒരു ഡ്രഗിലേക്ക് എത്തുന്ന പേഷ്യൻസ് വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ESAയിലും നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പം ശരിക്കും അവർക്കുള്ള ഡ്രഗ് ലിസ്റ്റിൽ ശരിക്കും ഈ ഒരു ഡ്രഗിൻ്റെ പേരില്ല. അപ്പം നമ്മളിപ്പം അപ്ലൈ ചെയ്താലും ചാൻസസ് വളരെ കുറവാണ് കിട്ടാൻ. പിന്നെ ഡോക്ടർ പറയുന്നു ഇപ്പം 1-2 ഡോക്ടറിന്റെ അഭിപ്രായത്തിൽ ഒരാൾക്കെങ്ങാണ്ട് കിട്ടിയിട്ടുണ്ട്. അതും കിട്ടിയാൽ പോലും ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 2 ഡോസൊക്കെ കിട്ടുള്ളൂ. അതിൽ കൂടുതലും ESAയിൽ നിന്ന് കിട്ടുന്ന കാര്യവും പാടാണ്. പിന്നെ റീ അപ്രൂവൽ വേണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ആ റീ അപ്രൂവലിന് എടുക്കുന്ന ടൈമിലൊക്കെ നമുക്ക് ഡ്രഗ് കിട്ടാതെ വരികയും പിന്നെ നമ്മൾ പിന്നെയും ആ ഒരു പഴയ സ്റ്റേറ്റിലോട്ട് അങ്ങ് പോവുകയാണ്. പിന്നെയും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അഥവാ കിട്ടിയാൽ 1-2 ഈ അപ്രൂവലിനും കാര്യത്തിനും ഒക്കെ ആയിട്ട് തന്നെ എടുക്കും 2-3 മാസം. പിന്നെ നമ്മളോട് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രഗ് പിന്നെ നമുക്ക് കിട്ടാനുള്ള ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മളൊരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിരിക്കണം, അവരുടെ എന്തോ ഒരു ഇൻഷുറൻസിൽ ഈ ഒരു ഡ്രഗ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുമെന്നാണ് ഡോക്ടർ നമ്മളോട് ആദ്യം പറഞ്ഞത്. അപ്പോൾ അന്ന് ഡോക്ടർ നമ്മളോട് ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും എംപ്ലോയീസ് ആണോ എന്നുള്ളത് നമ്മളോട് കൺഫേം ചെയ്തിരുന്നു. ശരിക്കും ഹസ്ബൻഡ് ഇപ്പം പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് ശരിക്കും നമുക്ക് ESA ത്രൂ അപ്ലൈ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ESA ത്രൂ നമ്മൾ നമ്മുടെ പേപ്പേഴ്സ് ഒക്കെ വിട്ടിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോൾ അവർ കുറച്ച് ടൈം അധികം എടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ടൈം എടുക്കും, പിന്നെ ഒരു ഷുവർട്ടി ഒന്നും ഇല്ല ഇപ്പോൾ ഈ ഡ്രഗ് കിട്ടുമെന്നുള്ളതിൻ്റെ. അപ്പം ശരിക്കും ഇതെല്ലാം കൂടെ മനസ്സിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ഞാൻ വിചാരിച്ചത്. അപ്പം നമ്മൾ ശരിക്കും എനിക്ക് ഈ ട്രാസ്റ്റ്യൂസിമാബ് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ ഇപ്പം നിലവിൽ എനിക്ക് എടുക്കാൻ പറഞ്ഞിരിക്കുന്ന ഡ്രഗിലോട്ട് എത്തുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ലിസ്റ്റിൽ പോലും ഈ ഡ്രഗ് പെടുന്നില്ല. അപ്പം നമ്മൾ ശരിക്കും ഈ ട്രാസ്റ്റ്യൂസിമാബോ അതിന് തൊട്ട് എനിക്കിപ്പം ഫസ്റ്റ് ആദ്യമേ എടുത്തത് ട്രാസ്റ്റ്യൂസിമാബായിരുന്നു. അതിനുശേഷം അഡോ എടുത്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഡ്രഗ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത്. അപ്പം നമ്മൾ ഒരിക്കലും ഇപ്പം ഞാൻ റീസെൻ്റ് ആയിട്ട് രേണുസിയുടെ വീഡിയോ കാണാനിടയായി. അപ്പം നമ്മൾ ശരിക്കും ഇപ്പം എൻ്റെ കേസിൽ എൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HER2 പോസിറ്റീവ് ആണ് എൻ്റെ ക്യാൻസർ ടൈപ്പ് വരുന്നത്. അപ്പം ഇപ്പം നിങ്ങളിൽ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ടൈപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡ്രഗ് ചോയ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ട്. അപ്പം നമുക്ക് നിലനിന്ന് പോകാനായിട്ട് നമ്മളിപ്പോൾ സ്റ്റേജ് 4 ആണെങ്കിൽ പോലും നമുക്ക് നിലനിന്ന് പോകാൻ പറ്റും. ഈ ഡ്രഗ് എടുത്തുകൊണ്ടേ ഇരുന്നാൽ മതി. മാസം തോറും 21 ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ ഡ്രഗ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഇത് കുറച്ച് ചിലപ്പോൾ ലൈഫ് ലോങ് ഒക്കെ എടുക്കേണ്ടി വരും ചിലരുടെ കേസിൽ, എന്നാൽ പോലും നമുക്ക് നിലനിന്ന് പോകാൻ പറ്റും.
അപ്പം ഈ ഇപ്പം എൻ്റെ സ്റ്റേജ് ഇപ്പം എനിക്ക് പറ്റിയതുപോലെ ഈ ഒരു ഡ്രഗിലോട്ടൊന്നും നമ്മൾ എത്തിച്ചേരാതെ അതിന് മുന്നേ തന്നെ ഇപ്പം എനിക്ക് തൊട്ട് മുന്നേ എടുത്ത അഡോ ട്രസ്റ്റിസുമാബ് ആയിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിനൊരു പാക്കേജ് തന്നെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിനൊരു 6 ഡോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് ആ ഡ്രഗ് ഫ്രീ ആയിരുന്നു. അപ്പം നമ്മൾ അന്ന് ശരിക്കും പറഞ്ഞാൽ പൈസ കുറച്ച് സ്പെൻഡ് ചെയ്ത് ആ ഡ്രഗിന് ഏകദേശം 1 ലാഖിന് മേലിലായിരുന്നു അതിൻ്റെയും കോസ്റ്റ്. അപ്പം നമ്മൾ ആ ഡ്രഗ് ഏകദേശം ഒരു 8 ലാക്സോളം ചെലവഴിച്ച് നമ്മൾ ആ ഡ്രഗ് ഒരു 6 ഡോസോളം എടുത്തു. അത് നമുക്ക് ആ ലൈഫ് ലോങ് ഫ്രീ എന്നുള്ള ഓപ്ഷനിലോട്ട് നമ്മൾ ആയും ചെയ്തായിരുന്നു. അപ്പോൾ ഏകദേശം ഞാനൊരു 1 ഇയറോളം ആ ഡ്രഗ് എടുത്താണ്. പക്ഷെ നമ്മൾ ഒരു ഡ്രഗ് എടുക്കുമ്പോഴത്തേക്കുള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഈ അസുഖത്തിൽ ഇപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രഗ് എടുക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഈ ഡിസീസ് പ്രോഗ്രഷൻ സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ ഡ്രഗ് എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളിലും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഡ്രഗ് എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആണ്, നമ്മൾ ഒട്ടും ഹാപ്പി അല്ല, ഭയങ്കര പല കാര്യത്തിലും ഡിസ്റ്റർബ്ഡ് ആയിട്ട് തന്നെയാണ് തുടരുന്നുണ്ടെങ്കിൽ ഈ ഡ്രഗ് എടുത്തുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും കിട്ടില്ല. അപ്പം എനിക്കിപ്പം ഈ ട്രാസ്റ്റ്യൂസിമാബും അഡോയും ഒക്കെ എടുത്തപ്പോഴും ഇതേപോലെ തന്നെയാണ് സംഭവിച്ചത്. നമ്മൾ കുറച്ച് നാള് നമ്മൾ ആദ്യത്തെ 2020 ഈ ക്യാൻസർ കണ്ടുപിടിക്കുന്ന നാളിൽ നമ്മൾ ആദ്യമേ തന്നെ ഇതിന് ഈ ഒരു കീമോതെറാപ്പി ഒക്കെ ഡോക്ടർ എടുത്ത സമയത്ത് ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്കൊരു കുഞ്ഞൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ അന്ന് ഒരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ, കൂടുതൽ ഇട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ. അപ്പൊ അന്ന് പറഞ്ഞിരുന്നൊരു ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നാൾ എന്തായാലും ഇരിക്കില്ല, ഒരു 3 മാസത്തിൽ കൂടുതലൊന്നും എന്തായാലും ഇരിക്കാൻ പോകുന്നില്ല. അപ്പം ഞാനും അത് തന്നെ അങ്ങ് ബിലീവ് ചെയ്തു, എന്തായാലും കൂടുതൽ നാളൊന്നും ഇരിക്കാൻ പോകുന്നില്ല. അപ്പം കൂടുതൽ വയ്യായിക ഒന്നും വരാതെ ബുദ്ധിമുട്ടിച്ച് എല്ലാവരെയും ഒന്നും ബുദ്ധിമുട്ടിക്കാതെ വലിയ എനിക്കും ബുദ്ധിമുട്ടില്ലാത്ത പെയിൻ ഇല്ലാത്ത രീതിയിൽ അങ്ങ് പോകണം എന്ന് മാത്രമേ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു അന്നിരുന്നത്. കാരണം ഇപ്പം ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ബാധ്യതകളൊന്നുമില്ല, പുള്ളിക്ക് വേറെ കല്യാണം കഴിക്കാം, പുള്ളിയുടെ ജീവിതവും സേഫ് ആവും. അപ്പൊ അങ്ങനെ ഒരു ചിന്തയിൽ കൂടുതൽ ഒന്നുമേ ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല, കൂടുതൽ കാലം എന്തായാലും ഇരിക്കാൻ പോണില്ല, അത്രയും മാത്രം മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ആ കീമോതെറാപ്പിയിൽ അതിനുശേഷം നമ്മൾ എടുക്കുന്ന ഒരു പെറ്റ് സ്കാനിൽ തന്നെയാണെങ്കിലും എനിക്ക് ആദ്യം എടുത്ത പെറ്റ് സ്കാനിൽ ലങ്സിലോട്ടും വെർട്ടിബ്രൽ പിന്നെ റിബ്സ് അങ്ങനെ ആ പോർഷനിലോട്ട് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആ കീമോതെറാപ്പി എടുത്തതിന് ശേഷമുള്ള അതിന് ശേഷമുള്ള റിസൾട്ടിൽ ഈ ഭാഗത്തിലോട്ടുള്ള ഒന്നും തന്നെ കാണിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് ഡോക്ടർ പറഞ്ഞത് കീമോതെറാപ്പി എനിക്ക് ഭയങ്കരമായിട്ടും ബോഡിയിൽ എഫക്ട് ചെയ്തു എന്നായിരുന്നു അന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അന്ന് ആകെ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുന്ന അത്രയും കഴിക്കാൻ എന്തെങ്കിലും പറ്റുമോ എന്ന് കഴിക്കാൻ പറ്റുന്ന എല്ലാം കൊടുക്കാൻ പറഞ്ഞു. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അന്ന് ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലരും പല ഒപ്പീനിയൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ക്യാൻസർ വന്നവർ തന്നെ നമ്മളോട് ഇത് കഴിക്കരുത് അത് കഴിക്കരുത്, നമ്മൾ എന്താണ് എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞത് അത് അതേപോലെ തന്നെയായിരുന്നു നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ശരിക്കും ഈ പ്രഗ്നൻസി സ്റ്റേജ് 4 നിങ്ങൾ ഇപ്പം ഇത് വാച്ച് ചെയ്യുന്നവർ ആരെങ്കിലും ഒക്കെ ഈ സ്റ്റേജ് 4 ക്യാൻസറിലുള്ളവരാണെങ്കിൽ ഒരിക്കലും അങ്ങനെ, എൻ്റെ ഒരു അഭിപ്രായമാണ്, ഒരിക്കലും അങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കരുത്. കാരണം ഞാൻ പ്രഗ്നന്റ് നമ്മളടുത്ത് ഡോക്ടർ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മുടെ പ്രഗ്നന്റ് ആകാൻ പാടില്ല. അപ്പൊ പ്രഗ്നന്റ് ആകണ്ടെന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ് നമ്മൾ പ്രഗ്നൻസി എന്നൊരു കാര്യമേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അഥവാ നീ മുന്നോട്ട് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ പോലും അഡോപ്ഷൻ എന്തെങ്കിലും നോക്കാമെന്ന് മാത്രമേ അന്ന് മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പൊ എൻ്റെ പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊട്ട് എക്സ്പെക്ട് ചെയ്യാതെ വന്നൊരു കാര്യമാണ്. അപ്പം പക്ഷെ അന്നേരം ഈ ഒരു അബോർഷനിലോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം മാത്രമാണ് ഞാനത് മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ അന്ന് ഇപ്പോഴും നമ്മുടെ എന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിന്റെ ഏറ്റവും വലിയൊരു വിഷമമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രഗ്നൻസിയും എൻ്റെ കുഞ്ഞിന്റെ കാര്യവും. ഇപ്പൊ എന്നെ പോലെ തന്നെ സ്റ്റേജ് 4 ഇരിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഇപ്പം റീസെന്റ് ആയിട്ട് ഇപ്പൊ രേണു സുധിയുടെ വീഡിയോ, അപ്പം ഇപ്പൊ രേണു ഏത് സ്റ്റേജിലാണെന്നൊന്നും അറിയില്ല കറക്റ്റ്. എന്നാലും ഈ സ്റ്റാർട്ടിങ് കീമോയിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുവാണ്, എനിക്ക് സ്റ്റാർട്ടിങ് കീമോയിൽ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല മാറ്റങ്ങൾ വരും. അത് നമ്മൾ സ്റ്റാർട്ടിങ് കീമോയിൽ നമ്മുടെ മൈൻഡ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലിരിക്കും. നമ്മൾ ഒത്തിരി പേടിക്കാതിരുന്നാൽ മതി. എന്തായാലും ഇപ്പൊ ഒരു ക്യാൻസർ എന്ന് പറയുന്നത് പൊതുവെ ക്യാൻസർ എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ എല്ലാവർക്കും തന്നെ ഒരു പേടിയാണ്, പെട്ടെന്ന് മരിച്ചു പോകുന്നുള്ളത്. അങ്ങനെ ചിന്തിക്കാതെ ഇപ്പം ക്യാൻസർ വന്നു പോയി, ഇനിയിപ്പോൾ എന്തായാലും ഫേസ് ചെയ്തേ പറ്റൂ എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ കീമോ എടുക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈവൻ സ്റ്റേജ് 4 ആണെങ്കിൽ പോലും ആദ്യത്തെ കീമോയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒത്തിരി വ്യത്യാസങ്ങൾ അതിനകത്ത് തന്നെ കാണിക്കും. അപ്പം ഞാൻ ഈ കീമോതെറാപ്പി എടുത്തിരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോമഡി വീഡിയോസ് ഒക്കെ കാണുമായിരുന്നു. പിന്നെ മനസ്സിൽ വേറെ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല, എന്തായാലും ഇപ്പം രോഗം വന്നു, അത് നമുക്ക് ഫേസ് ചെയ്തല്ലേ പറ്റൂ. പിന്നെ അവർ പറഞ്ഞ ഒരു കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് 3-4 മാസത്തിൽ കൂടുതലൊന്നും ഇരിക്കില്ല. അപ്പൊ അത് മൈൻഡിലുണ്ടായിരുന്നു. അപ്പം അത്രയും നാൾ കുറച്ച് ഹാപ്പി ആയിട്ട് തന്നെ പോകട്ടെ എന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കാം ചിലപ്പം നമുക്ക് ആ ഡ്രഗ് ഭയങ്കരമായിട്ടും നമ്മുടെ ശരീരത്തിൽ വർക്കായി അതിനുശേഷം വന്ന റിസൾട്ടിലും ആ വ്യത്യാസം കാണിച്ചു. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോന്റെ ഡെലിവറിക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ
നല്ല വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയത്. ഡെലിവറിക്ക് ശേഷം പിന്നെ നമ്മൾ ഈ ട്രാസ്റ്റിസുമാബ് കുറച്ച് ഒരു വർഷത്തിന് 1.5 വർഷത്തോളം എടുത്തിരുന്നു ട്രാസ്റ്റിസുമാബ്. അപ്പം അതിൽ തന്നെ പയ്യനെ ഡിസീസ് പ്രോഗ്രഷൻ തുടങ്ങി. അതിനുശേഷമാണ് പിന്നെ നമ്മൾ അഡോയിലോട്ട് നീങ്ങിയത്. അഡോ ട്രാസ്റ്റിസുമാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രഗിലോട്ട് പോയത്. മോന്റെ ഡെലിവറിക്ക് ശേഷം അവൻ ഒരു ഭയങ്കര കൺസേൺ ആയി. കാരണം എനിക്ക് എൻ്റെ ഹെൽത്ത് തന്നെ നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവനെ കൂടെ മാനേജ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായി. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മൈൻഡ് പിന്നെ ശരിക്കും അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. കാരണം ആദ്യത്തെ മൈൻഡിൽ നമ്മൾ കൂളായിട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഇപ്പം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും, പ്രത്യേകിച്ച് ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ പുള്ളിക്ക് വേറെ വിവാഹം കഴിക്കാം, അതിനകത്തൊന്നും വിഷയമില്ല. ഇതിപ്പം മോനായതിനു ശേഷം പിന്നെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് വെറും ചെറുതല്ലേ, അപ്പം അങ്ങനത്തെ കുറച്ച് ചിന്തകൾ വന്നു തുടങ്ങി. അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ പിന്നെ അതുമല്ല, നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഫാമിലി ലൈഫ് നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളായിരുന്നു മോന്റെ ഡെലിവറിക്ക് ശേഷം. അപ്പം ശരിക്കും നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആവുന്ന അനുസരിച്ച് ഈ ഡ്രഗ്, എൻ്റെ ഒരു അഭിപ്രായം പറയുവാണ്, ശരിക്കും ഈ ഡ്രഗ് നമ്മുടെ ബോഡിയിൽ കറക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് പിന്നെയും ഡിസീസ് പ്രോഗ്രഷനായിട്ട് പിന്നെ അഡോ ട്രാസ്റ്റിസുമാബിലേക്ക് ആയത്. അപ്പോൾ അഡോ ട്രാസ്റ്റിസുമാബ് എടുത്തപ്പോഴും ശരിക്കും പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള ഒരു മൈൻഡ് ശരിക്കും എൻ്റെ ഒരു ആദ്യം എനിക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഹാപ്പിനെസ് ഒന്നും പിന്നെ അങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നേ ഇല്ല. പല കാര്യങ്ങളായിരുന്നു, ഫാമിലി മൊത്തത്തോടെ എല്ലാവരും ഡിസ്റ്റർബ്ഡ് ആയി കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും പറയുന്നത്, നമ്മൾ ഈ ഡ്രഗ് എടുക്കുന്നതിൽ മാത്രമല്ല ശരിക്കും പറഞ്ഞ കാര്യം. നമ്മുടെ നമ്മൾ ഹാപ്പി അല്ലെന്നുണ്ടെങ്കിൽ ഈ ഡ്രഗ് എടുത്തിട്ടും ശരിക്കും പറഞ്ഞാൽ ഇപ്പം എൻ്റെ കേസിൽ ഒരു പ്രയോജനം ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ഇത്രയും കാശ് സ്പെൻഡ് ചെയ്ത് അഡോ ട്രാസ്റ്റിസുമാബ് നമ്മൾ 1 വർഷത്തിന് മേളിൽ എടുത്തിട്ടും ശരിക്കും ഡിസീസ് പ്രോഗ്രഷൻ അല്ലാതെ ആ ഡ്രഗ് നമ്മുടെ ശരീരത്തിൽ കിടന്നു നമ്മുടെ ഓർഗൻസിനെയൊക്കെ കുറേയും കൂടെ ഒക്കെ നശിപ്പിച്ചു എന്നല്ലാതെ പ്രത്യേകിച്ച് ആ ക്യാൻസർ സെൽസിന് വലിയ ഇതൊന്നും ഉണ്ടായില്ല. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പം മൊത്തത്തോടെ എല്ലാം മാറി ഇപ്പം അതിൽ നിന്നുള്ളൊരു വലിയ പ്രോഗ്രഷനുമായിട്ട് ഇപ്പം പുതിയ ഡ്രഗിലേക്ക് എത്തിയത്. അപ്പം ഈ എന്നെ പോലെ ഹെർട്ടുവിൽ നിൽക്കുന്ന ആൾക്കാരോട് പറയാൻ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ അഡോയിൽ തന്നെ നമ്മൾ നിർത്താൻ പറ്റുമെങ്കിൽ നമുക്ക് ശരിക്കും നമുക്ക് അത്യാവശ്യം ആ ഡ്രഗ് ലൈഫ് ലോങ്, ശരിക്കും ഞാൻ എടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പാക്കേജ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം അത് എടുത്തു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും വലിയ ഹെൽത്ത് ഇഷ്യൂസും ഇല്ല. പക്ഷേ ഇപ്പം എടുക്കുന്ന ഡ്രഗിൽ ശരിക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഭയങ്കരമായിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഈവൻ കീമോതെറാപ്പി ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പോലും എനിക്ക് ഫുഡ് കഴിക്കാനുള്ള വലിയ ബുദ്ധിമുട്ടോ ഛർദിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആദ്യത്തെ 1-2 ഡോസിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഡ്രഗിൽ ശരിക്കും പറഞ്ഞാൽ ആഹാരം തന്നെ പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല, ഒട്ടും വെള്ളം തന്നെ കുടിക്കാൻ പറ്റില്ല, ഭയങ്കര ഓർക്കാനും ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ എൻ്റെ ഈ ഒരു സ്റ്റേജിൽ ഇരിക്കുന്ന ആൾക്കാരോട് പറയാൻ ഇത്രയേ ഉള്ളൂ, കഴിവതും ഹാപ്പി ആയിട്ട് തന്നെ അങ്ങ് ഇരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഈ അസുഖത്തെ ഓർത്തിട്ട് ആരും പേടിക്കാതെ, കീമോതെറാപ്പിയെ കുറിച്ച് ആലോചിച്ച് പേടിയുള്ള ആൾക്കാരുണ്ട്, റേഡിയേഷൻ എന്താണെന്ന് ആലോചിച്ച് പേടി. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എല്ലാ നോർമൽ മനുഷ്യനും എടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയുള്ളൂ. അതിനകത്തൊന്നും പേടിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. അപ്പം ഇത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം നീ ഇപ്പം നമ്മളിപ്പം നമ്മുടെ ഇടയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ ഒരാൾ എന്നുള്ളൊരു കണക്കിൽ ക്യാൻസർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ക്യാൻസർ വന്നു എന്ന് പറഞ്ഞ് ആരും പേടിക്കാതിരിക്കുക. ക്യാൻസർ വന്നാലും ഈവൻ നിങ്ങൾ സ്റ്റേജ് 4 എത്തിയാലും ഇപ്പം നമുക്ക് ഒത്തിരി ചോയ്സസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സ് കളയാതിരുന്നു കഴിഞ്ഞാൽ ധൈര്യം നിങ്ങൾ കീപ്പ് ചെയ്ത് പോവുക. മാക്സിമം സന്തോഷിച്ചിരിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഡ്രഗാണോ നിങ്ങൾ എടുക്കുന്നത് അത് ഉറപ്പായിട്ടും നിങ്ങളുടെ ശരീരത്തിൽ നല്ലോണം വർക്കൗട്ട് ആവും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനും പറ്റും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കേസ് ഒരു 2-3 മാസത്തിനുള്ളിലൊക്കെ നമ്മൾ ഈ ഡ്രഗ് വഷളാകാനുള്ള ചാൻസ് ഉണ്ട്, ഉറപ്പായിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്ന് ഈ ഡ്രഗ് സ്റ്റോപ്പ് ആവുന്നു ഉറപ്പായിട്ടും നമ്മൾ അന്നേരത്തേക്ക് കുറച്ച് മോശമായിട്ടുള്ള സ്റ്റേറ്റിലോട്ട് പോകും. അപ്പം ഇപ്പം ഞാനിപ്പം കുറച്ച് ദിവസം കൊണ്ടേ ആലോചിക്കുമായിരുന്നു, ആ ഒരു ശരിക്കും ഒന്ന് വഷളാകുന്ന സ്റ്റേറ്റിലോട്ട് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അത്രയും നന്നായിരിക്കും. അപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഹസ്ബൻഡുമായിട്ട് ജസ്റ്റ് ഡിസ്കസ് ചെയ്യുമായിരുന്നു, നമ്മുടെ ഇവിടെയൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു മേസി കില്ലിംഗ് എന്നുള്ളതിൻ്റെ ഒരു ഇതൊന്നും ശരിക്കും പൂർണ്ണമായി വന്നിട്ടില്ലല്ലോ. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്രയും ഇപ്പം നമ്മുടെ ഫാമിലിയിൽ നിന്ന് 1-2 പേര് ക്യാൻസറായിട്ട് മരിച്ച 1-2 പേരുണ്ട്. അത് ശരിക്കും നല്ല വേദന അനുഭവിച്ചാണ് ശരിക്കും അവരുമൊക്കെ മരിച്ചത്. അപ്പം എനിക്ക് ആ ഒരു സ്റ്റേറ്റിലോട്ട് അത്രയും പോകാൻ, വേദന ശരിക്കും പറഞ്ഞാൽ ഞാൻ പൊതുവേ ഇത്തിരി അത്യാവശ്യം പെയിനൊക്കെ ടോളറേറ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ പോലും നമ്മൾ അത്രയും ഒരു ബുദ്ധിമുട്ടിലോട്ടൊന്നും പോയി മരിക്കണ്ടെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷനൊക്കെ വന്നായിരുന്നെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മേഴ്സി കില്ലിംഗ് പോലെയുള്ള ഒരു ഓപ്ഷനൊക്കെ നമുക്ക് വന്നിരുന്നെങ്കിൽ
ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇപ്പോൾ അത് ഹോസ്പിറ്റലാണെങ്കിൽ പോലും ഡോക്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സൈൻ ചെയ്ത് കൊടുക്കാൻ വില്ലിങ് ആണ്. എന്നെ ആ ഒരു അവസ്ഥയിൽ എത്തിക്കുന്നതിന് മുന്നേ തന്നെ എന്തെങ്കിലും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത്രയും നന്നായിരിക്കും എന്നാണ് ഹസ്ബൻഡിനോടും പറഞ്ഞത്.